നമസ്കാരം. മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. ഗോവധം നടത്തുന്നതുകൊണ്ടാണ് വയനാട് ദുരന്തം ഉണ്ടായതെന്ന് BJP നേതാവിന്റെ പുതിയ വാദം. ഇവനെയൊക്കെ ചുമക്കുന്ന പാർട്ടിക്കാരെ സമ്മതിക്കണം. ഭാവി പ്രവചിക്കുന്ന ജ്യോത്സ്യന്മാർ മുതൽ കാലാവസ്ഥ പ്രവചിക്കുന്ന വിദഗ്ധന്മാർ വരെ മുട്ടുമടക്കുന്ന ഒരു പ്രസ്താവനയുമായിട്ടാണ് രാജസ്ഥാനിലെ BJP നേതാവ് രംഗത്ത് വന്നിരിക്കുന്നത്. വയനാട് മുണ്ടക്കയിലുണ്ടായ അതിഭീകരമായ ഉരുൾപൊട്ടൽ ഒരു പ്രദേശമാകെ നശിപ്പിക്കുകയും നൂറുകണക്കിന് ജീവൻ അപഹരിച്ച സംഭവം വയനാട്ടുകാരെ മാത്രമല്ല മലയാളികളായ ഓരോരുത്തർക്കും സങ്കടമുണ്ടാക്കുന്ന കാര്യമായിരുന്നു. വയനാട്ടിൽ പല വിധത്തിലുള്ള സഹായ പ്രവർത്തനങ്ങൾ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും രാപ്പകലെന്നോണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ BJPയുടെ ഒരു മുതിർന്ന നേതാവിന്റെ ഡയലോഗ് രംഗം വഷളാക്കിയിരിക്കുകയാണ്. വയനാട്ടിൽ പ്രകൃതി ദുരന്തമുണ്ടായത് സംസ്ഥാനത്ത് ഗോവധം നടക്കുന്നതിനാലാണെന്നാണ് ഈ മഹാന്റെ കണ്ടുപിടുത്തം. ഗോവധം നിയന്ത്രിക്കാൻ സർക്കാർ തയ്യാറായില്ല എങ്കിൽ ഇനിയും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടും എന്നാണ് പ്രവചനം. രാജസ്ഥാനിലെ BJP നേതാവ് ഗ്യാൻ ദേവ് അഹൂജ നടത്തിയ ഈ പ്രവചനം കേട്ട് എല്ലാവരും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ഏതായാലും ഇത്തരത്തിലുള്ള മരമണ്ടൻ നേതാക്കന്മാരെ ചുമന്നു നടക്കാൻ BJPക്കാർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. രാജസ്ഥാനിലെ BJP നേതാവിന്റെ വിഡ്ഢിത്തം സഹിക്കുകയല്ലാതെ മാർഗമില്ല. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഒരു പ്രസ്താവന ജനങ്ങൾ ഇതുവരെ മറന്നിട്ടില്ല. താൻ സാക്ഷാൽ ദൈവവുമായി അടുപ്പമുള്ള ആളാണെന്നും ദൈവവുമായി സംസാരിക്കാറുണ്ട് എന്നൊക്കെയുമാണ് അന്ന് മോദി ഒരു വെളിപാട് പോലെ പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞ മൂത്ത നേതാവിന്റെ തൊട്ട് താഴെയിരിക്കുന്ന ആൾ പശുവിനെ കൊന്നതുകൊണ്ടാണ് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്ന് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. BJP നേതാവ് അഹൂജ ഇതിനു മുമ്പും ഇതിനേക്കാൾ കുറെ കൂടി കടുത്ത പ്രയോഗങ്ങൾ പ്രസംഗത്തിലൂടെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ വലിയ വിവാദമായി മാറുകയും ചെയ്തതാണ്. ഗോമാതാവായ പശുവിനെ അറുക്കുന്നവനെ നമ്മൾ സംഘം ചേർന്ന് അറുക്കണമെന്നും കൊന്നു തള്ളണം എന്നൊക്കെയാണ് അന്ന് അഹൂജ പറഞ്ഞു വെച്ചത്. ഇവിടം കൊണ്ട് തീർന്നില്ല അഹൂജയുടെ വെളിപ്പെടുത്തൽ. 2022 രാജസ്ഥാനിലെ ഇറച്ചിക്കടയിൽ പശുവിനെ കൊന്ന അറവുകാരായ 5 പേരെ തങ്ങൾ കഴുത്തറുത്തു കൊന്നുവെന്നും കൊല നടത്തിയവരെ കേസുണ്ടായപ്പോൾ ജാമ്യത്തിലിറക്കി കുറ്റവിമുക്തരാക്കാൻ കഴിഞ്ഞുവെന്നും അഹൂജ അന്ന് പരസ്യമായി പറഞ്ഞിരുന്നു. ആ അഹൂജയാണ് ഇപ്പോൾ നമ്മുടെ കേരള കാര്യത്തിൽ വലിയ വമ്പത്തരം വിളമ്പിയിരിക്കുന്നത്. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പതിവായി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും അവിടെ കാര്യമായ ജീവഹാനി സംഭവിക്കാത്തത് ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നും പശുവിനെ കൊല്ലുന്ന ഏർപ്പാടില്ലാത്തതുകൊണ്ടാണ് എന്ന വിശദീകരണമാണ് അഹൂജയ്ക്കുള്ളത്. ഏതായാലും പശു എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ സാഷ്ടാംഗ പ്രണാമം നടത്താൻ തയ്യാറാകുന്ന RSS BJP പ്രവർത്തകരുടെ ഈ അന്ധവിശ്വാസങ്ങളെ ഇനി ഏത് കാലത്ത് ഏത് നേതാവാണ് ഇല്ലാതാക്കിയെടുക്കുക? ഇപ്പോഴും ഒരു ശാസ്ത്രീയതയില്ലാത്ത വിഡ്ഢിത്തരങ്ങൾ പരസ്യമായി വലിയ നേതാക്കളെന്ന് അഭിമാനിക്കുന്നവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിന് തന്നെ നാണക്കേടാണ്. പശു എന്നത് മാത്രമല്ല, ഏത് മൃഗത്തിനും ജീവനുണ്ട്. ആ ജീവൻ വിലപ്പെട്ടത് തന്നെയാണ്. എന്നാൽ പ്രകൃതിയിൽ വിവേകവും ബുദ്ധിയുമുള്ള ജീവി മനുഷ്യൻ മാത്രമാണ്. അവന്റെ ജീവിത ആവശ്യങ്ങളിൽ പെടുന്നതാണ് ആഹാരം കഴിക്കുക എന്നത്. ജന്മനായുള്ള ശീലം കൊണ്ടും മറ്റു ചില കാരണങ്ങൾ കൊണ്ടും ചിലരെല്ലാം മത്സ്യമാംസങ്ങൾ ഭക്ഷിക്കുകയും മറ്റു ചിലർ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുകയും ചെയ്യുന്നു. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യമൊന്നുമല്ല. ഇപ്പോൾ ദേശീയ തലത്തിൽ ഗോവധ നിരോധന മുദ്രാവാക്യവുമായി നടക്കുന്ന BJPയുടെ നേതാക്കളും പ്രവർത്തകരും ഒരു കാര്യം മറന്നുപോകുന്നുണ്ട്. BJP എന്ന രാഷ്ട്രീയ പാർട്ടി ജന്മം എടുത്തിട്ട് 40 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ BJP ജന്മമെടുത്ത ശേഷമല്ല ഇന്ത്യയിൽ ഭക്ഷ്യവസ്തുവായി ഗോവധം നടക്കുന്നത്. ചരിത്രകാലം മുതൽ തന്നെ മൃഗവധവും അതിന്റെ മാംസം ഭക്ഷ്യവസ്തുവായിട്ടും നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ നിലനിന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗോവധ നിരോധന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്ന രാജസ്ഥാനിലെ BJP നേതാവ് ഇത്തരം അബദ്ധങ്ങൾ ഇനിയും വിളമ്പാതെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.